നമസ്കാരം. 60 കോടി ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്ന 6 ദിനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക്. സ്കന്ദഷഷ്ഠിയുടെ ആ 5ഉം 6ഉം ദിവസങ്ങൾ, അതായത് ഒക്ടോബർ 26, 27, അതാണ് മുരുകൻ്റെ അനുഗ്രഹം ഏറ്റവും ശക്തമാക്കുന്ന സമയം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഈ അവസാന 2 ദിവസങ്ങൾ എങ്ങനെ ആചരിക്കണം, എന്താണ് പ്രത്യേക പ്രാർത്ഥനകൾ, ഭക്ഷണക്രമം, എങ്ങനെ മനസ്സ് മുരുകനിൽ മാത്രം കേന്ദ്രീകരിക്കണമെന്ന്. സ്കന്ദഷഷ്ഠി എന്നത് സത്യസന്ധമായി പറഞ്ഞാൽ വെറും വ്രതമല്ല. അത് മുരുകൻ്റെ വീരത്തിൻ്റെ, ഭക്തിയുടെ, ആത്മവിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. അസുരനായ സൂരപത്മനെ കീഴടക്കിയ ആ മഹായുദ്ധം, മുരുകൻ്റെ ശക്തി ഭൂമിയിൽ നിറയുന്ന നാൾ തന്നെയാണ് ഷഷ്ഠി. ഓരോ വർഷവും ഈ 6 ദിവസങ്ങൾ മുരുകൻ്റെ 6 മുഖങ്ങൾ പോലെ ആത്മവിശ്വാസം, ധൈര്യം, നന്മ, ദൈവവിശ്വാസം, കുടുംബം, കരുണ എല്ലാം സംരക്ഷിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒക്ടോബർ 27 ഇത് തന്നെയാണ് സൂരസംഹാരം നടക്കുന്ന ദിവസം. ഈ ദിവസം മുരുകൻ സൂരപത്മനെ കീഴടക്കി ലോകത്തെ ദുഷ്ടതയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. അന്നേ ദിവസം ചെയ്യാവുന്ന കാര്യങ്ങൾ: രാവിലെ സ്നാനം കഴിഞ്ഞ് ചുവപ്പ് വസ്ത്രം ധരിക്കുക, വീട്ടിൽ ദീപം തെളിയിച്ച് ഓം ശരവണാഭവായ നമഃ എന്ന മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക. ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു ചെറിയ അർഘ്യം, അതായത് തുളസി, വെള്ളം, പൂക്കൾ ചേർത്ത് സമർപ്പിക്കുക. സൂരസംഹാരത്തിൻ്റെ ദിവസം ആയതിനാൽ നല്ല പ്രവൃത്തികൾക്ക് തുടക്കം വയ്ക്കാനുള്ള ദിവസം കൂടിയാണ്. നമ്മളോട് തെറ്റ് ചെയ്ത ആരോടെങ്കിലും ക്ഷമിക്കുക, ചെറിയൊരു ദാനം നൽകുക. അതാണ് ഈ ദിവസത്തിലെ യഥാർത്ഥ പൂജ. ഒക്ടോബർ 28 സ്കന്ദഷഷ്ഠിയുടെ 7ാം ദിവസം, സൂരസംഹാരത്തിന് ശേഷം മുരുകൻ ദേവസേനയുമായുള്ള തിരുക്കല്യാണം ആഘോഷിക്കുന്ന ദിവസമാണിത്. ഇന്നേ ദിവസത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും ശേഷമുള്ള സന്തോഷത്തിൻ്റെ പ്രതീകമാണ് ഈ ദിനം. അതുകൊണ്ട് തന്നെ ഈ ദിവസം മുരുകനെ നന്ദി പ്രാർത്ഥനയോടെ സ്മരിക്കണം. അന്നേ ദിവസം ചെയ്യാവുന്ന കാര്യങ്ങൾ: രാവിലെ സുബ്രഹ്മണ്യ ഭജനം അല്ലെങ്കിൽ ശരവണാഭവ ശരണം പാടി ദീപാരാധന, മുരുകനായി പാൽ, പഴം, തേൻ എന്നിവ ചേർത്ത പഞ്ചാമൃതം സമർപ്പിക്കുക. മുരുകനോട് പറയുക: എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര തവണ വീണാലും നീ എന്നെ എഴുന്നേൽപ്പിക്കാൻ വരണം. അന്നേ ദിവസം സന്ധ്യയ്ക്ക് കാവിൽ കിളി വിളിച്ചാലോ ദീപം തെളിച്ചാലോ അന്ന് മുരുകൻ്റെ അനുഗ്രഹം ഇരട്ടിയാകുമെന്ന് വിശ്വസിക്കുന്നു. സ്കന്ദഷഷ്ഠി പൂർത്തിയാകുമ്പോൾ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സമർപ്പണം. നമ്മുടെ ഭയം, ചിന്ത, ദുർബലത എല്ലാം മുരുകൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. അന്ന് രാവിലെയോ രാത്രിയോ മുരുകൻ്റെ ചിത്രത്തിന് മുൻപിൽ 1 മിനിറ്റ് കണ്ണടച്ച് പറയൂ: എൻ്റെ ദൈവമേ, ഞാൻ പരിശ്രമിക്കും, നീ കാവലായിരിക്കെ. ആ മൊഴി മുരുകൻ കേൾക്കാതെ പോകില്ല. സ്കന്ദഷഷ്ഠി വ്രതം അവസാനിച്ചാലും മുരുകൻ്റെ അനുഗ്രഹം തുടരും. അത് നമുക്ക് ഉള്ളിലെ ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും കുടുംബത്തിലെ സമാധാനത്തിലും കാണാം. ഈ വീഡിയോ കാണുന്ന ഏവർക്കും മുരുകൻ്റെ കാവൽ ലഭിക്കട്ടെ. ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യൂ. ആർക്കെങ്കിലും ഈ ഷഷ്ഠി ജീവിതം മാറ്റാൻ സഹായിക്കും. മുരുകൻ്റെ ഭക്തിയോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.